പ്രത്യേകിച്ച് നമ്മുടെ മലബാറിൻ്റെയും ഏറനാടിൻ്റെയും ഒക്കെ അവസ്ഥ എന്താവും ഈ സാഹിത്യത്തിനോടുള്ള? അത് ഒട്ടും താഴട്ടല്ല. കാരണം ഈ കഴിഞ്ഞ അവാർഡ് കിട്ടിയ സഹറു നുസൈബ കണ്ണനാരി, അദ്ദേഹം അത് മുക്കത്തുകാരനാണ്. അരീക്കോടുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. അതെ. ഏറ്റവും പ്രാദേശികമായ കാര്യങ്ങൾ എഴുതിയിട്ട് തന്നെ ക്രോസ് വേർഡ് പുരസ്കാരം കിട്ടി. ആദ്യ കൃതിക്ക് ക്രോസ് വേർഡ് പുരസ്കാരം കിട്ടിക്കഴിഞ്ഞ്. അതുകൂടാതെ ബാംഗ്ലൂരിൽ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ ലിറ്റററി ഫെസ്റ്റിവലിൽ ആൾ പങ്കെടുക്കുക. ഈ തൊട്ടു മുമ്പ് കോഴിക്കോട് തന്നെ നടന്ന ഹോർത്തൂസ് മാതൃഭൂമി മനോരമയുടെ ഫെസ്റ്റിവല്. അപ്പോൾ ആദ്യം ഈ മലബാർ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ ഉണ്ടായിരുന്ന എഴുത്തിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുന്നതിനെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ 2024 വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് ക്രോണിക്കിൾ ഓഫ് എൻ ഹാഫ് ആൻ അവർ. പോയറ്റിക് ലാംഗ്വേജാണ്. മനുഷ്യൻ്റെ ഹിംസാത്മകതയെ നവമാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തി വളരെ ചെറിയ സംഭവങ്ങൾ പോലും ഏറ്റവും ദാരുണമായ ഒരു കൊലപാതകം പോലെ ഉണ്ടാവുന്ന വിഷയങ്ങൾ അവസാനിക്കുന്നത്. ഇതുകൂടാതെ സ്ത്രീ ജീവിതങ്ങൾ എന്താണ്, അവർ ഒരു വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജീവിതം എന്താണ്, അവരുടെ ലൈഫ് മാരേജിന് ശേഷം എന്താണ് ചെയ്യുന്നത്, അങ്ങനെ പല അടലുകളിൽ വായിക്കാൻ പറ്റുന്ന വളരെ ചെറിയ 200ഓളം പേജ് വരുന്ന വളരെ ചെറിയ കൊച്ചു കൊച്ചു അധ്യായങ്ങൾ എഴുതിയൊരു പുസ്തകമാണ് ഈ പറയുന്ന ക്രോണിക്കിൾ ഓഫ് എൻ ഹാഫ് ആൻ അവർ. പക്ഷേ അത് ഈ പറയുന്ന ഒരു വളരെ യങ്ങായിരിക്കുന്ന എഴുത്തുകാരൻ, നമ്മളെ അരീക്കാട് മുക്കത്തിൻ്റെ കുറച്ച് പുറണ്ടായിരിക്കുന്ന എഴുത്തുകാരൻ, പിന്നെ അവിടെ തന്നെ ഈ പറയുന്ന പോലെ കാലാവസ്ഥയെയും അവിടുത്തെ പ്രകൃതിയൊക്കെ വർണ്ണിച്ചതിൻ്റെ ഒക്കെ രീതിയുണ്ട്. അപ്പോൾ അതങ്ങനെ ഫ്ലുവൻസി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അല്ല. പിന്നെ എൻ്റെ എഴുത്തുകൾ